അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മക്ക വിജയവേളയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഒട്ടകപ്പുറത്ത് കയറി മക്കയിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം വിനയാന്വിതനായിക്കൊണ്ട് അവിടുത്തെ ശിരസ് താഴ്ന്ന് 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 ആ ചരിത്രം ഉദ്ധരിക്കുന്ന സ്വഹാബാക്കൾ പറയുന്നുണ്ട്, റസൂലുള്ളാഹിൻ്റെ തല പോയി ആ ഒട്ടകത്തിൻ്റെ ആ മൃഗത്തിൻ്റെ പുറംഭാഗത്ത് തട്ടുമാറ് അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയാന്വിതനായിട്ടാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ ആ ചരിത്രത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് ജനിച്ചു വളർന്ന ആ നാട്ടിൽ നിന്ന് ആ ജനത പ്രവാചകനെ ആട്ടി ഓടിക്കുന്നു. അങ്ങനെ നിസ്സഹായനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. ഒടുവിൽ ഒരു വലിയ സംഘവുമായിക്കൊണ്ട് മക്ക വിജയിച്ചടക്കാൻ വേണ്ടി എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നു. പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കിയാൽ, ഭൗതികമായി നോക്കിക്കഴിഞ്ഞാൽ ഏത് നിലക്കും അയാൾക്ക് പൊങ്ങച്ച നടിക്കാൻ അല്ലെങ്കിൽ തല ഉയർത്തിപ്പിടിക്കാനുള്ള ഒരവസരം കൂടിയാണത്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നൽകിയ ഏറ്റവും മഹത്തരമായൊരു വിജയമാണിത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ അങ്ങേയറ്റം വിനയാന്വിതനായിക്കൊണ്ട് വിനയം എന്താണ് എന്ന് വിനയത്തിൻ്റെ പ്രതീകമായി കാണിച്ചു കൊടുത്തു മാതൃകയാകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കും തോറും നമുക്ക് തവാളു ഉണ്ടാകണം, വിനയമുണ്ടാകണം. വിനയം നഷ്ടപ്പെടുന്നിടത്താണ് കിബിർ കടന്നു വരിക, അഹങ്കാരം കടന്നു വരിക. ഒരിക്കലും ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ലാത്ത ഒരു സ്വഭാവ ദൂഷ്യമാണത്. ഒരു വിശ്വാസിക്കുണ്ടായിത്തീരേണ്ട സൽഗുണമാണ് വിനയം എന്ന് പറയുന്നത്. ലുക്മാൻ അലൈഹിസ്സലാമക്ക് അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. ഇത് ആതൈന ലുക്മാൻ അൽ ഹിക്മത്ത അനിഷ്കുർലില്ല, അള്ളാഹുവിന് നന്ദി കാണിക്കാൻ വേണ്ടി. ജീവിതത്തിൽ ധാരാളം അറിവുകളും വിജ്ഞാനവും ഹിക്മത്തും ലഭിച്ചപ്പോൾ ലുക്മാൻ അലൈഹിസ്സലാം അള്ളാഹുവിന് കൂടുതൽ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു നല്ല അടിമയായി മാറി. നമുക്കതിൽ ഗുണപാഠമുണ്ട്.